സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരാള് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം കാണാനുള്ള ഒരു അവസരം കൊടുക്കുകയും അങ്ങനെ ഒന്നും ചെയ്യില്ല. അദ്ദേഹം ഒരു വേറെ രീതിയിലാണ് കൊണ്ടുവന്നത്. രാഷ്ട്രീയത്തോട് കൊണ്ട് സ്റ്റാലിൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ക്രമം നടക്കുന്നത് DMK സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ്. ടിവിക്ക് വിജയ് ഉണർവകം അതുമാതിരിയുള്ള ഇത്രയും നാളും തമിഴ്നാട്ടില് അടക്കി ഭരിച്ചിരുന്നായിരുന്നു സ്റ്റാലിനും അതുപോലെ മകൻ ഉദയനിധി സ്റ്റാലിനും. ഇവരൊന്നും കാണാത്ത എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് അടപടലം പെട്ടെന്ന് തന്നെ നമ്മൾ വിജയിനെ അങ്ങോട്ടേക്ക് മാറ്റിയതും. അവര് പോലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോ കരൂരിലൊക്കെ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഈ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും കുറ്റക്കാരനാക്കാൻ നോക്കിയ ഒരു മനുഷ്യനാണ് ജോസഫ് വിജയ് എന്ന് പറഞ്ഞത്. അദ്ദേഹം സിനിമയിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്, അതുപോലെ തമിഴ്നാട്ടിലുണ്ട്. ഈ തമിഴ്നാട് രാഷ്ട്രീയത്തില് തമിഴ്നാട്ടിലുള്ളവർക്ക് തന്നെ ഇവരോട് ഇത്രമാത്രം ഈ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ദേഷ്യം തോന്നാനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ അവഗണിക്കുന്നു തോന്നിയിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യം എന്തായിരിക്കും? അല്ല, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അത് AIADMKക്ക് വളക്കൂറുള്ള മണ്ണാണ്. കാരണം ഇന്നും AIADMK ഒറ്റ കക്ഷിയായിട്ട് നിന്നെങ്കിൽ സ്റ്റാലിൻ ഇപ്പൊ അധികാരത്തിൽ വരില്ല. അത് കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ വോട്ടുകൾ 4ആയിട്ട് സ്പ്ലിറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ADMK വോട്ടുകൾ ഒന്ന് നമുക്കറിയാം, പന്നീർസെൽവം അദ്ദേഹം ഒരു വിഭാഗമായിട്ട് മാറി നിൽക്കുന്നു. അത് കണക്ക് എടപ്പാളി പളനിസ്വാമി വേറൊരു വിഭാഗം, ശശികല വേറൊരു വിഭാഗം, TTV ദിനകരൻ അദ്ദേഹം പുതിയ പാർട്ടിയാണ്. അപ്പൊ ഈ വോട്ടുകളെല്ലാം ADMK വോട്ടുകളെല്ലാം 4ആയിട്ട് അങ്ങ് മാറുമ്പോഴാണ് DMKക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞത്. പിന്നെ അതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ DMK ഭരണം വന്നതിന് ശേഷം സ്റ്റാലിൻ നല്ല ഭരണാധികാരിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ഒരു നേതാവാണ് പുള്ളി. കാരണം ഫാമിലി ആയിട്ട് നല്ല അടുപ്പമുണ്ട്, കുടുംബമായിട്ട് പോലും. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ വന്നപ്പോൾ അദ്ദേഹം വളരെ അഹങ്കാരത്തോടു കൂടി ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരാള് ഇപ്പൊ അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം കാണാനുള്ള ഒരു അവസരം കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അദ്ദേഹം ഒരു വേറെ രീതിയിലാണ് കൊണ്ടുവന്നത്. രാഷ്ട്രീയത്തോട് കൊണ്ട് അത് അതൊക്കെ നമുക്ക് സനാതന ധർമ്മം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആവശ്യമില്ലാത്തൊരു വിഷയമാണ് ഇതൊക്കെ എടുത്ത് ഇടുകയും പരസ്യമായിട്ട് പ്രസ്താവന നടത്തുക എന്ന് വെച്ചാൽ അവര് ഇനി അങ്ങോട്ടുള്ള കാലം വേറെ ഒരു പാർട്ടി അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയം തമിഴ്നാട്ടിലില്ല. അവരൊരു കുത്തകയാക്കി മാറ്റിയത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായത്. പിന്നെ വിജയെ സംബന്ധിച്ചിടത്തോളം 2 വർഷമായുള്ള 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാർട്ടിയാണ്. ഇവരാരും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്കറിയാം, ഞാൻ അവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് എനിക്കറിയാം. കാരണം അവര് ഫോക്കസ് ചെയ്തത്, സ്റ്റാലിൻ ഫോക്കസ് ചെയ്തത് ADMKയും ADMK ഫോക്കസ് ചെയ്തത് സ്റ്റാലിനായിരുന്നു. അപ്പൊ TVക്ക് എവിടെയെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ അത് ചെറിയ ആൾക്കൂട്ടമാണ്, അല്ലെങ്കിൽ വിജയെ കാണാനുള്ള ആരാധകരാണ്, കൊച്ചുകുട്ടികളാണ്, യൂത്ത് ആണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അവരങ്ങ് ഒരു പഴിച്ച് തള്ളുകയാണ് ചെയ്തത്. പക്ഷെ ആ സ്ഥാനത്താണ് ഈ യുവാക്കളും ഈ കൊച്ചുകുട്ടികളും വയസ്സായ ആൾക്കാരെല്ലാം ഇത്രയും ഒരു ഇതോടുകൂടി അദ്ദേഹത്തെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിന്റെ മെയിൻ കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, സാധാരണക്കാർക്കുള്ള യാത്ര, കുട്ടികളുടെ ഇപ്പം പെണ്ണും ഇല്ലാത്ത ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സൗജന്യ യാത്ര. അതാണൊക്കെ അവിടുത്തെ ഒരു മന്ത്രി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണാൻ നിങ്ങൾ വരുമ്പോ ബൊക്കയും ഷാളും കൊണ്ടുവരണ്ട, പകരം നോട്ട് ബുക്കുമായിട്ട് വരാൻ പറഞ്ഞു. കാരണം എന്തിനാണ്? അതൊരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ ഉപയോഗപ്പെടുത്താം. അപ്പൊ അങ്ങനെ ജനപ്രിയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലോട്ട് വെക്കുകയും അത് ജനങ്ങൾ ഏറ്റെടുത്തു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം തമിഴ്നാട്ടിലെ മന്ത്രിമാർ, ഇപ്പോഴത്തെ മന്ത്രിമാർ, ഇവരാരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ല. അവിടുത്തെ ഓട്ടോ തൊഴിലാളി, അല്ലെങ്കിൽ അവിടുത്തെ വളരെ കൂലിവേല ചെയ്യുന്ന ആൾക്കാർ, യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാർ. ചിലപ്പോൾ മേഡമൊക്കെ നാളെ ഏതെങ്കിലും കേരളത്തിലെ TVക്ക് ചിലപ്പോൾ മന്ത്രിവരായിക്കൂടുന്നില്ല. കാരണം അവിടെ യൂട്യൂബ് ചാനൽ കൊണ്ട് നടന്ന ഒരാളാണ് അവിടുത്തെ ഒരു മന്ത്രി. കാരണം വളരെ സാധാരണ, കാരണം ഇവരെയൊക്കെയാണ് അവിടെ TVക്ക് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ വിജയ് എന്ന രാഷ്ട്രീയ നേതാവ്, അങ്ങനെ തന്നെ നമുക്ക് പറയാം, അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കാരണം ഓരോ നിയോജക മണ്ഡലത്തിലും ഇപ്പൊ ശരവണൻ എന്ന് പറയുന്ന മന്ത്രി ആയാലും അല്ലെങ്കിൽ ആരായാലും അവരെ മുന്നോട്ട് വെച്ചിട്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രവർത്തനം നടത്തിയത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു. കാരണം അവരുടെ ഇടയിലുള്ള ഒരാളാണ്. ഇപ്പൊ TVക്ക് അല്ലെ DMK ചെയ്യുന്ന എന്താണ്, അവര് വേറെ ഫേമസ് ആയിട്ടുള്ള പണച്ചാക്കായിട്ട് വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ നിർത്തി പരീക്ഷിക്കുന്ന സമയത്ത് ആ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന, ഡെയിലി അവരുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, അവരൊപ്പം ജോലി ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിയോ അല്ലെങ്കിൽ ഒരു ഓട്ടോ തൊഴിലാളിയോ അവരെയാണ് മുൻനിർത്തിക്കൊണ്ടാണ് അവർ വോട്ട് ചോദിച്ചത്. അതാണ് അവിടെ ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം. കാരണം നമ്മുടെ കുടുംബത്തിൽ നമുക്കൊപ്പം നിൽക്കുന്ന, ഇപ്പൊ എനിക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ എന്റെ കുടുംബം നിൽക്കുന്ന എന്റെ അച്ഛനായാലും സഹോദരനായാലും വോട്ട് ചെയ്യുമോ, അതെ പുറത്തുനിന്ന് വരുന്ന ഒരാളിന് നമ്മൾ വോട്ട് കൊടുക്കുമോ? അതാണ് നമ്മൾ കുടുംബത്തിൽ നിൽക്കുന്നത്. അപ്പൊ കുടുംബത്തിൽ നിന്ന ആളിനെ അവർ അംഗീകരിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാലിൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഒരു മാറ്റവും. വിജയ് എന്ന് പറഞ്ഞ ഒരു ഇപ്പൊ പ്രകാശ് രാജ വിജയുടെ എത്രയോ സിനിമകൾ അഭിനയിച്ച ഒരു മനുഷ്യനാണ്, വില്ലൻ വേഷം വരെ ചെയ്തത്. പക്ഷെ വിജയ്ക്ക് കിട്ടിയ ഈ ഒരു വോട്ട് അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾ സ്റ്റാർഡത്തിന്റെ കയ്യില് വോട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്.
ഇത് നല്ല രീതിയല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വ്യക്തമാകും ഇവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിജയ് എന്നൊരു സ്റ്റാറിൽ നിന്നും ഒരു രാഷ്ട്രീയക്കാരനിലേക്ക് വളർന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നു. ഇതെല്ലാം ഇപ്പൊ ഈ തമിഴ്നാട്ടിലെ ജനത എത്രയോ ഈ സ്റ്റാലിന്റെ ഒക്കെ ഭരണത്തില് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇപ്പൊ നിയമത്തിന്റെ വഴിയിൽ കുരുക്ക് കൊടുക്കാമെങ്കിൽ പോലും അവർക്ക് രക്ഷപ്പെടുത്താനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. അത് ഏറെക്കുറെ അത് ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. അല്ല, അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ അക്രമം നടക്കുന്നത് DMK സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ്. ADMK ജയലളിത അമ്മ അധികാരത്തിലിരുന്ന സമയത്ത് ഏറ്റവും കുറവ് അക്രമം നടന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. നമുക്കറിയാം, ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ ഈ ഫിഷ് എടുക്കാൻ വരുന്ന ആൾക്കാർ വരുന്ന അവിടെ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെ ഫിഷ് എടുക്കാൻ പറ്റില്ല. ഫിഷ് എടുത്ത് അവിടെ ജയിലിൽ പോകേണ്ടി വരും. കാരണം അവിടെ ഫിഷ് എടുക്കേണ്ട ആവശ്യമില്ല, ശിക്ഷാർഹമാണ്. അവിടെ ഫിഷ് എടുക്കാനോ അല്ലെങ്കിൽ അതുപോലെ ആൾക്കാരുടെ പൈസ ചോദിക്കാനോ പാടില്ല. കാരണം അവിടെ ആഹാരം ഫ്രീ ആണ്, കറണ്ട് ഫ്രീ ആണ്, 5-10 കിലോ അരി ഫ്രീ ആണ്, 100 യൂണിറ്റ് കറണ്ട് ഒക്കെ ഫ്രീ ആണ് അവിടെ. അപ്പൊ കേരളത്തിൽ നിന്ന് പോലെ പല ആൾക്കാരും അവിടെ പോയി റേഷൻ കാർഡ് ഉണ്ടാക്കി ഇപ്പോഴും താമസിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ജയിലിൽ സമയത്ത്. കാരണം എല്ലാം ഫ്രീ ആണ്. അപ്പൊ ഈ ഫിഷ യാചിക്കേണ്ട ആവശ്യമില്ല. അക്രമം രാത്രി ഏത് പാതിരാത്രിക്കും ഏത് സ്ത്രീകൾക്കും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായി തമിഴ്നാട്. അമ്മ ഉണർവകം അറിയാലോ, നമുക്ക് പ്രഭാത ഭക്ഷണത്തിന് 5 രൂപയും കുടിവെള്ളത്തിന് 2 രൂപയും. നമ്മളിവിടെ വിൽക്കുന്ന ഡാൽമിയ സിമന്റ് അവിടെ അമ്മ സിമന്റിന്റെ പേരിൽ 160 രൂപ വിലയുള്ളൂ. ഇവിടെ അത് 400 രൂപ വിലയുള്ളപ്പോൾ അവിടെ 160. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വലിയൊരു അയൺ ലേഡി എന്നൊക്കെ നമുക്ക് പറയാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് കണക്ക് ഒരാണ് നമുക്ക് ഇനി കിട്ടില്ല. അപ്പം അത്രയും നല്ലൊരു ഭരണാധികാരി ഭരിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഈ ഇവരെ തമ്മിലടി ADMK മരണശേഷം OPSന്റെ ഇവരെയൊക്കെ തമ്മിലടി കാരണം ഭരണം നഷ്ടപ്പെട്ടു. DMK അധികാരത്തിൽ വന്നപ്പോൾ സംഭവിച്ചെന്താണ്? അക്രമം. ആദ്യം ചെയ്ത എന്താണ്? ഈ അമ്മയുടെ പേരിലുള്ള ഉണർവകം അത് തല്ലി പൊട്ടിക്കുകയാണ് ചെയ്തത്. പക്ഷെ സ്റ്റാലിൻ അതിനകത്ത് ഇടപെട്ട് അത് പുനഃസ്ഥാപിച്ചെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അക്രമം നടന്നത് DMK ഭരണകാലത്താണ്. അതുകൊണ്ടൊക്കെ എവിടെ പോയാലും ഇപ്പൊ അമ്പലത്തിൽ പോയി തന്നെ അവിടെ പൈസ കൊടുത്താലേ തൊഴാൻ പറ്റുള്ളൂ. ഇപ്പൊ 200 രൂപ ക്യൂ ഉണ്ട്, 500 രൂപ ക്യൂ ഉണ്ട്, 1000 രൂപ ക്യൂ ഉണ്ട്. എല്ലാ അമ്പലങ്ങളിലും പളനി പോയാലും നമുക്ക് 200, 300, 400 അങ്ങനെ. നേരെ ദൈവത്തിന്റെ അടുത്ത് പോകണമെങ്കിൽ 500 കൊടുക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സംവിധാനം തമിഴ്നാട്ടിലുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ നമുക്ക് ഇവിടെ അങ്ങനെ ഇല്ല. അവിടെയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രി അദ്ദേഹം എന്ത് ചെയ്തു? വേഷം മാറി, പയ്യനാണ്, വേഷം മാറി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് 4000 രൂപ ആവശ്യപ്പെട്ടത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന സ്റ്റാലിൻ ഭരണത്തിൽ നടന്നു വരുന്ന സംഭവമാണ്. കൈയോടെ പിടിച്ച് ആ പോറ്റിയെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു, ഉടൻ നടപടിയെടുത്തു. അപ്പൊ അതാണ് DMK സർക്കാരിന്റെയും ഇപ്പൊ വിജയിയുടെ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. അത് ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. അത് കണക്ക് കേരളത്തിലും വരണം. കേരളത്തിലെ ആൾക്കാർ അത് ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ ഇപ്പൊ അഴിമതി നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇല്ല, നമ്മൾ എത്ര അല്ലെന്ന് പറഞ്ഞാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു സംസ്ഥാനങ്ങളൊന്ന് കേരളം. പക്ഷെ അത് പുറത്തറിയപ്പെടുന്നില്ല. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഒരുപാട് കാര്യങ്ങൾ പുള്ളി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഇപ്പോ നേരത്തെ പറഞ്ഞ സനാതന ധർമ്മത്തെ തുറച്ചു നിൽക്കുന്ന ഒരു കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുപ്പക്കുണ്ട്രം ക്ഷേത്രത്തിലല്ലേ ഒരു വിഷയം ഉണ്ടായിരുന്നു. കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി കൊടുത്തിട്ട് പോലും തെളിയിക്കാനായിട്ട് സ്റ്റാലിൻ സമ്മതിച്ചില്ല. ഇതിനെ എങ്ങനെ ശരിക്കും നോക്കി കാണുന്നത്? അല്ല, അത് നോക്കി കണ്ടതുകൊണ്ടാണ് ഇപ്പൊ സ്റ്റാലിൻ അവിടെ ഇറങ്ങേണ്ടി വന്നത്. തീർച്ചയായിട്ടും. എന്നിട്ടും അത് കഴിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം പറയണ സനാതന ധർമ്മത്തെ തുടച്ചു നിർത്തണമെന്നാണ് ഉദയനിധി പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ അവിടുത്തെ തന്നെ ഫിലിം സ്റ്റാർ അർജുൻ ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഇടപെട്ടു. പിന്നെ പ്രകാശ് രാജിനെ സംബന്ധിച്ച് പുള്ളി ചുമ്മാ വായിത്തോന്ന കോതയ്ക്ക് പാട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പുള്ളിക്കുള്ളൊരു വിഷയം ഇപ്പൊ വിജയ് അയാളൊക്കെ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് അതൊരു കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ഈഗോ ഉണ്ട്. അപ്പൊ അതാണ് വിഷയം. ഫിലിം സ്റ്റാർ ആണെങ്കിൽ അദ്ദേഹം ആദ്യം കുറ്റം പറയാനുള്ള ജയലളിതയാണ്. ജയലളിത ഇന്ത്യൻ സിനിമയിൽ ആരായിരുന്നു? ഇപ്പൊ സിനിമ ആരാധന കൊണ്ട്, അല്ലെങ്കിൽ MGR. അപ്പൊ വിജയെ കുറ്റം പറയുന്ന അദ്ദേഹം MGRനെയും കുറ്റം പറയണം, ജയലളിതയും കുറ്റം പറയണം, കമലഹാസനെയും കുറ്റം പറയണം. മനസ്സിലായി? അപ്പൊ ഒരാൾ ജയിച്ചു, അയാളെ കഷ്ടപ്പെട്ട് അയാൾ ജനങ്ങൾക്കൊപ്പം നിന്ന് അയാളെ ജയിച്ച് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ. ഇപ്പൊ തന്നെ തമിഴ്നാട്ടിലെ സിനിമാ രംഗത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർ, ഇപ്പൊ സൂര്യ ആയാൽ പോലും, അജിത്ത് ആയാൽ പോലും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കണം അവര്. കാരണം അവരെ ഇടയിൽ നിന്ന ഒരാള് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്കതൊരു അംഗീകാരമാണ്. അപ്പൊ അവരെ ഏറ്റുപിടിക്കും. നമ്മളെ കേരളത്തില് നമ്മുടെ BJPയുടെ ആളായ പോലും സുരേഷ് ഗോപി അദ്ദേഹം പറഞ്ഞ എന്താണ്? കേരളത്തില് TVക്ക് വരട്ടു, അദ്ദേഹം ഇപ്പൊ ഭരണത്തിൽ തുടങ്ങിയല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. പ്രകാശ് രാജ് ഞാൻ ആരെ കുറിച്ച് എന്തെല്ലാം പറയും. മുമ്പ് അദ്ദേഹം ഉദയനിധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികം. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആൾക്കാർ മൈൻഡ് ചെയ്യില്ല. അതേ ആവശ്യമുള്ളൂ. ഇപ്പൊ തമിഴ്നാട്ടിൽ വെച്ചിട്ട് കേരളവും തമിഴ്നാടും തമ്മിൽ കമ്പയർ ചെയ്ത ഒരുപാട് വ്യത്യാസങ്ങൾ. കാരണം നമുക്ക് നേരത്തെ നമ്മുടെ ഭരണം എന്ന് പറയുന്നത് ഇവിടെ CPM ആയിരുന്നു, തമിഴ്നാട്ടിൽ സ്റ്റാലിനും ഏകദേശം അതേ അനുഭവമായിരുന്നല്ലോ.
ആ ഒരു സമയത്ത് പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള തമിഴ്നാട് തമ്മിൽ ഒരു കമ്പാരിസൺ ഒന്ന് പറയാമോ? അവരുടെ ഭരണകാലത്ത്, അതായത് സ്റ്റാലിന്റെ ഭരണകാലത്തും പിണറായി വിജയന്റെ ഭരണകാലത്തും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അല്ല, കേരളവും തമിഴ്നാടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 38-39 ജില്ലകളുള്ളൊരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. കേരളത്തില് 14 ജില്ല മാത്രമേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്യാം. കാരണം സാമ്പത്തികം, ഒരുപാട് ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾ, ഫണ്ടുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട്. കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഭരണത്തിൽ സ്റ്റാലിന്റെ ഭരണം മോശമെന്നൊന്നും പറയാൻ പറ്റില്ല. ഏറെക്കുറെ അദ്ദേഹത്തിന്റെ ഭരണം നല്ലൊരു ഭരണമായിരുന്നു. കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. പക്ഷെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഉദയനിധിയുടെ ഇടപെടൽ അങ്ങനെയൊക്കെ വന്ന് അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കി. ആ ഉപമുഖ്യമന്ത്രിയാക്കിയ കാലം തൊട്ടാണ് അവിടെ തമിഴ്നാട്ടില് പ്രശ്നങ്ങളുണ്ടായി. പാർട്ടി പ്രവർത്തകരുടെ പോലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഒരുപാടുണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ ഉദയനിധിയെ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം ശ്രമിക്കുകയും അപ്പൊ അന്ന് ഞാനുമായിട്ട് അതിന് മുമ്പേ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ സംഭവം നടന്നില്ല. കാരണം പുള്ളി ഞാൻ ഓരോ ഡേറ്റ് മാറ്റി വെച്ച് ഇങ്ങനെ. അപ്പൊ ഞാൻ അവിടുത്തെ DMK-യിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്കാണ് പവർ ബന്ധപ്പെട്ട. അവർക്ക് പോലും ഒരുപാട് അഹങ്കാരിയാണ്, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് കളയുന്നത്. അപ്പൊ അടുത്ത ഈ പ്രാവശ്യം DMK അധികാരത്തിൽ വന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ആയിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ സനാതന ധർമ്മം എല്ലാം വിഷയം വരും. അപ്പൊ ജനങ്ങൾക്ക് അത് ശരിക്കും ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വിജയ് കണക്കുള്ള ഒരാള് രംഗത്ത് വന്ന സമയത്ത് ജനങ്ങൾ അത് അംഗീകരിച്ചത്. കാരണം വിജയ് എന്ന് പറഞ്ഞ ഒരാള് എല്ലാവരെയും ഒരേപോലെ, ശരിക്കും പറഞ്ഞ ഒരു ഭരണാധികാരി ഒരു ഭരണത്തിൽ വരുമ്പോ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുന്നു പറയുമ്പോ അപ്പോ അയാൾ മതത്തെയാണോ തൊട്ട് കളിച്ചത്? അതല്ല, സനാതന ധർമ്മം മാത്രമല്ല, ഒരു മതത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ നാട് എന്താണ്? മറ്റേ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ ബഹുമാനം കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഒരു മതത്തെയും മാറ്റി നിർത്താൻ പറ്റില്ല. സനാതന മതമായാലും മുസ്ലിം മതമായാലും ക്രിസ്ത്യൻ, ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ഭംഗിയുള്ളൂ. അപ്പൊ ഒന്നിനെ എടുത്ത് മാറ്റുമ്പോൾ ഈ സ്വാഭാവികമായിട്ട് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് എനിക്കൊന്ന് മറ്റുള്ള സമുദായമായിരിക്കും. കാരണം അവർക്കറിയാം നാളെ അവർക്ക് ഈ പണി കിട്ടും. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ആൾക്കാരെല്ലാം മാറി ചിന്തിച്ചു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, സ്റ്റാലിൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കും നല്ലൊരു ഭരണാധികാരിയാണ്, അറിവുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഉദയനിധി വന്നതോടുകൂടി അവിടുത്തെ താളം മൊത്തത്തിൽ തെറ്റുകയാണ് ചെയ്തത്. അപ്പൊ അത് ശരിക്കും അവിടെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ വിജയ് 2 വർഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശയങ്ങൾ കുറെ നാളിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് അദ്ദേഹം വളരെ പ്ലാനാണ് ഓരോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം. ഏതായാലും ഇപ്പൊ ഈ നിയമത്തിന്റെ കാര്യമായാലും എടുക്കുന്ന നടപടികളൊക്കെ വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് എങ്ങനെ ഇറക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്റ്റാലിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അതായത് ഒരു 3-4 മാസം വരെ ഉണ്ടാവുള്ളൂ. നമുക്ക് വേറെ പുള്ളി പേടിച്ചിരിക്കണം. പുള്ളി പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. നിസ്സാരമാക്കി കഴിഞ്ഞു. കാരണം ഇത് കൊച്ചുകുട്ടികൾ ആൾക്കൂട്ടമാണ് എന്നുള്ള രീതിയിൽ പുള്ളിയെ സംസാരിച്ചു. അപ്പൊ അത് തന്നെയാണ് പുള്ളിക്ക് അവിടെ പിഴച്ചത്. നിസ്സാരമായി കണ്ടു. തന്റെ എതിരാണ്, ഒരു എതിരാളിയാണെന്നൊരു കൺസിഡറേഷൻ വിജയ്ക്ക് കൊടുത്തില്ല. അത് മാത്രമല്ല, അവിടെ ഒരു പ്രോഗ്രാം, ഇപ്പൊ സേലത്ത് ഞാൻ പോയൊരു പ്രോഗ്രാം ഉണ്ട്. അവിടെ പ്രോഗ്രാം നടക്കുന്നതിനും 1 മണിക്കൂർ മുമ്പ് പോലീസുകാർ പറയണം പരിപാടി നടത്താൻ പറ്റില്ലെന്ന്. 1 മണിക്കൂർ മുമ്പ്. അപ്പൊ ആൾക്കാരൊക്കെ അവിടെ വന്നിരിക്കുമല്ലേ, 100,000-കണക്കിന് ആൾക്കാർ ഇങ്ങനെ നിൽക്കണം. അവിടെ റോഡൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ്. പരിപാടി മാറ്റണമെന്ന് പറഞ്ഞു, പരിപാടി നടത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഓരോ പരിപാടി നടക്കുന്ന മണിക്കൂറിനകത്ത് വെച്ചിട്ട് പരിപാടി ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഇതേ സെയിം ഇഷ്യൂ തന്നെയല്ലേ കരൂർ ദുരന്തം ഉണ്ടായത്. വലിയൊരു എല്ലാവർക്കും അറിയാം, വിജയ് എന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കാണാൻ ആളുകൾ കൂടും. അപ്പൊ ഒരുപാട് ക്രൗഡ് വരാൻ ഉള്ള സ്ഥലം വിട്ടുകൊടുത്തിട്ട് അതിന് പകരം ഒരു കുറച്ച് ആളുകൾ മാത്രം വരാനുള്ള സ്ഥലം മാത്രമാണ് കൊടുത്തത്. അത് മാത്രമല്ല, അതിനകത്തൊക്കെ അത് ശരിക്കും ഓരോ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആവും നമുക്കറിയില്ല. കാരണം അതിനേക്കാളും ആൾക്കാർ കൂടിയ സ്ഥലങ്ങളുണ്ട്. അവിടെ എങ്ങും ഒരു സംഭവം നടന്നിട്ടില്ല. ഇതൊക്കെ തമിഴ്നാട് രാഷ്ട്രീയം നമുക്കറിയാം. ഈ ആരാധനയ്ക്ക് പുറത്ത് ഒരുപാട് ക്രിമിനൽ സ്വഭാവം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ്. പറയാൻ പാടില്ല, എന്നാലും ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. കാരണം വിജയ് ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിക്കാൻ പറ്റും അതെല്ലാം അവർ ചെയ്തു. ഇതൊരു മാസ്റ്റർ പ്ലാൻ തീർച്ചയായിട്ടും ആയിരിക്കാം. തീർച്ചയായിട്ടും. കാരണം അതിനുശേഷം സ്റ്റാലിൻ പറഞ്ഞതും ഇങ്ങനെയാണല്ലോ, വിജയ് ഓടി രക്ഷപ്പെട്ടു. ആരാധകരെ നോക്കാതെ, അല്ലാതെ പരിക്ക് പറ്റിയവരെ നോക്കാതെ, അവരുടെ വീടുകളിൽ പോകാതെ രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ മറികടന്നിട്ട് പുള്ളി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയെങ്കിൽ ആ ജനങ്ങള് ഈ കലൂരെന്നൊക്കെ എന്തുമാത്രം ഭൂരിപക്ഷത്തിലാണ് പുള്ളിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇനി വീണ്ടും ഈ ഒരു ഭരണം, ഇവരെ കയ്യിൽ ഈ ഭരണം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഴിമതിയും അക്രമവും കൊണ്ട് നാട്ടിൽ നിന്ന് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ജനങ്ങൾ അങ്ങനെ മാറി ചിന്തിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഉള്ളിൽ തട്ടി അവരത് കഴിഞ്ഞ ദിവസം, അതായത് ഈ ഇപ്പൊ 2 ദിവസമാണ് ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ നമ്മൾ പോകുമ്പോൾ കാണാം എന്തുമാത്രം ആൾക്കാരെന്നറിയുമോ.
അദ്ദേഹത്തെ കാണാൻ വേണ്ടി. നമ്മൾ രാവിലെ 8 മണിക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ രാത്രി 7-9 മണിക്ക് വരെ പുള്ളി സെക്രട്ടേറിയറ്റ് തന്നെ ഉണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും പുള്ളി പരിഹരിച്ച് കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഒരു ഭരണാധികാരി നമ്മുടെ കേരളത്തിലും വരേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ആയിക്കൂടെ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ ആയിരിക്കണം. കാരണം ജനങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഇലക്ഷന് സമയത്ത് മാത്രം ജനങ്ങളുടെ വീട്ടുകളിൽ വരുന്നു, വിനയത്തോടെ പറയുന്നു, സംസാരിക്കുന്നു, തോളുമ കൈയിടുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി യജമാനന്മാരെ പോലെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. ആ ഒരു അവസ്ഥ ഇപ്പൊ തമിഴ്നാട്ടിലില്ല. ആ അവസ്ഥ തമിഴ്നാട്ടില് ഇല്ലെന്ന് മാത്രമല്ല, ഞാൻ നാളെ പറഞ്ഞത്, രാവിലെ പുള്ളി ആകാരവുമായിട്ട് വന്നിട്ട് 8-9 മണി സെക്രട്ടറിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിമാരും അവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും വലിയ രസം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി വാഴപ്പാറ നിന്ന് മത്സരിച്ച് 5000 വോട്ടിന് തോറ്റൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഞാൻ വിളിച്ചപ്പോ പുള്ളി പറയാണ്, ഞാന് എന്റെ മണ്ഡലത്തിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. പുള്ളി തോറ്റ സ്ഥാനാർത്ഥിയാണ്, എന്നിട്ട് പോലും പുള്ളി ആ മണ്ഡലത്തില് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ കേരളത്തിലെ നടക്കൂ? ഇല്ല. കേരളത്തിൽ തോക്കല്ല, ജയിച്ചാൽ പോലും അവനെ കണ്ടുകിട്ടണമെങ്കിൽ വലിയ പാടില്ലല്ലോ. അപ്പൊ തോറ്റ സ്ഥാനാർത്ഥി പോലും അവിടെ ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് അദ്ദേഹം പുള്ളി 5000 വോട്ടിനാണ് അദ്ദേഹം തോറ്റത്. അപ്പൊ ആ സ്ഥലത്ത് പോലും പുള്ളി പോയി നന്ദി എനിക്ക് തോന്നുന്നു 10 ദിവസം കഴിഞ്ഞു ഇപ്പൊ പുള്ളി ഓരോ പഞ്ചായത്തിലും കയറി ഇറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അതാണ് തമിഴ്നാട്ടിലെ ടിവിക്കയുടെ രാഷ്ട്രീയം. കേരളത്തിൽ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. പരീക്ഷണമല്ല ചെയ്യാൻ പോകുന്നത്. ഓരോ നിയോജക മണ്ഡലത്തിലും അവിടെയുള്ള ആൾക്കാരെ, സാധാരണക്കാരെ, അതിനകത്ത് വലിയ ഗ്ലാമർ താരമൊന്നും വേണ്ട, സാധാരണക്കാരെ കണ്ടെത്തിയിട്ട് ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരെ മുൻനിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ മുൻനിർത്തിയായിരിക്കും ടിവിയുടെ പ്രവർത്തനം കേരളത്തിൽ സജീവമാക്കാൻ പോകുന്നത്. മുന്നോട്ട് വെക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയാമോ? അതായത് കേരളത്തിലേക്ക് ഇപ്പോ പാർട്ടിയായിട്ട് ഫോം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്, അതായത് തമിഴ്നാട്ടിലെ മോഡൽ അതേ മോഡൽ തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അധികാരം കിട്ടിക്കഴിഞ്ഞാലും കിട്ടുന്നതിന് മുന്നേ എന്തൊക്കെ ആയിരിക്കും? അല്ല, നമ്മളിപ്പം ഈ പാർട്ടി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കൂടുതൽ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം, ജീവകാരുണ്യം എന്ന് വെച്ചാൽ വാക്കുകൊണ്ട് പറയുന്നതല്ല, അതിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ആതുര സേവനം, ഇപ്പം ഹോസ്പിറ്റൽ സംബന്ധമായ ആംബുലൻസിന്റെ ഇത് സേവനം, കണക്കിന് അമ്മ ഉണർവ് ജയിലുകൾ തമിഴ്നാട്ടിൽ കണക്ക് ഇവിടെ ടിവിക്ക് വിജയ് ഉണർവകം അതുമാതിരിയുള്ള ഈ സൗജന്യ ഭക്ഷണം, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ചെറിയ വലിയ കാര്യങ്ങളല്ല, തുടക്കത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ, ഇപ്പൊ ഒരു നിയോജക മണ്ഡലം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ ഒരാളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ആ ആളിനെ തന്നെ ആ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളുമായിട്ട് ബന്ധപ്പെടുത്തി അതൊരു രാഷ്ട്രീയത്തിനപ്പുറം, രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ വിഭാഗത്തിലെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മൂവ്മെന്റ് തീർച്ചയായിട്ടും കേരളത്തിൽ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം തമിഴ്നാട്ടിൽ നടക്കുമെങ്കിൽ അതിലും ഈസി ആയിട്ട് നമുക്ക് കേരളത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ അത് ആവശ്യം തന്നെയാണ്. കാരണം ഇപ്പൊ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കലാരൂപം ഇലക്ഷൻ സമയത്ത് ആ ഒരു നിൽക്കുന്ന സ്ഥലത്ത് യാതൊരു പരിചയവും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളെയൊക്കെയാണ് അവിടെ കൊണ്ട് നിർത്തിക്കുന്നത്. ചില സെലിബ്രിറ്റീസിനെ നിർത്തിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ടിവിക്ക് അവരുടെ ഇടയിലുള്ള ഒരാളുകളെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ജനനായകൻ, അതായത് ഇതാണ് ഞങ്ങളുടെ പ്രതിനിധി എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റം തന്നെയാണ്. നമ്മുടെ കേരളത്തിലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് തന്നെയാണെങ്കിലും കേരളത്തിൽ ഇപ്പൊ വരുന്ന കേരളത്തില് ടിവിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പല പ്രമുഖ പാർട്ടികൾക്കും അത് വലിയൊരു ഭീഷണി തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഞാൻ അത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഇപ്പൊ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരും പാർട്ടിയിലുള്ള ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്. ഓരോ കാര്യം തമിഴ്നാട്ടിൽ നേരിട്ട് വിളിച്ചിട്ട് അവിടെ നിന്ന് എന്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ച ആൾക്കാരുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ തന്നെ. അപ്പൊ പലർക്കും ഇത് പേടിയാണ്. പിന്നെ പല ആൾക്കാരും ഇതിനകത്ത് വരണമെന്ന് താല്പര്യമുള്ളവരും ഉണ്ട് ടിവിയിലേക്ക്. അത് ഇതൊരു സംവിധാനം ആകുമ്പോൾ ഇതിനകത്ത് വരാം അല്ലെങ്കിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിനകത്ത് ഫാൻസ് എന്ന് പറയുന്നത് വലിയൊരു നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ടീമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവര് ഇന്നിപ്പോ ടിവിക്ക് തമിഴ്നാട്ടിൽ അധികാരം പിടിക്കുമെന്നോ അല്ലെങ്കിൽ ടിവിക്ക് ഒരു പാർട്ടി ഉണ്ടാകുമെന്നോ ഒന്നും കണ്ടിട്ടല്ല വിജയ് എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിച്ചതും അദ്ദേഹത്തിന് വേണ്ടി ഈ കൊടി പിടിച്ചതൊന്നും. ഇത്രയും വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു 5-6 വർഷം മുമ്പൊക്കെ ഇവിടെ കേരളത്തിൽ പല സ്ഥലത്തും ഈ വിജയ് ഫാൻസ് ഉണ്ട്. അവര് കയ്യിൽ നിന്ന് സ്വന്തമായി, എനിക്കറിയാം തിരുവനന്തപുരത്ത് ബാലരാമപുരത്തായാലും നമ്മുടെ കൊല്ലത്തായാലും തൃശ്ശൂരായാലും പാലക്കാട് എല്ലായിടത്തും അവർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് അവർ ഓരോ ചാരിറ്റി കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്.
അതിപ്പോ നാളെ മുഖ്യമന്ത്രി വിജയ് വരും എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല. അപ്പൊ അവര് തന്നെയാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു കരുത്ത്. ഈ പാർട്ടി കേരളത്തിൽ വരുമ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ടൊന്നും ഈ പാർട്ടി അങ്ങനെ ഒരു പ്രതീക്ഷിക്കേ വേണ്ട. കാരണം അവരെയും ഉൾപ്പെടുത്തി, അവരെയും വിശ്വാസത്തിലെടുത്ത് മറ്റ് പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാരെയും കലാ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, കൊച്ചു കുട്ടികളെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു മൂവ്മെന്റ്, അതൊരു ഞാൻ പറഞ്ഞില്ലേ ജൂൺ 20 അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്തിനുള്ളിൽ വലിയൊരു മൂവ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫാൻസുകാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കേരളത്തില് ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം യുവാക്കള് തന്നെ വിജയുടെ ഫാനാണ്. ഈ വിജയുടെ ഫാനിന് പല പല രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ വിജയ് ഒരു പാർട്ടി ഇവിടെ TVK ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൽ നിന്നൊക്കെ നിഷ്പ്രയാസം വിട്ടുവരും. തീർച്ചയായിട്ടും. ഞാൻ അതാണ് പറഞ്ഞത്. ഈ പല ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞത് TVK പാർട്ടി എന്ന് പറയുമ്പോൾ അത് ബോർഡർ, അതായത് തമിഴ് കേരള ബോർഡറിൽ മാത്രമേ ആ ഒരു ഇത് വരുവുള്ളൂ. പക്ഷെ എനിക്ക് അതിശയിപ്പിച്ചത് കൊല്ലം ബോർഡർ അല്ല, നമ്മുടെ ആലപ്പുഴ ആ ഭാഗങ്ങളില്, അത് കണക്കിന് തിരുവനന്തപുരത്തിന്റെ ഇങ്ങേയറ്റം നമ്മുടെ ആറ്റിങ്ങൽ കഴിഞ്ഞ് ഉള്ള ഭാഗങ്ങള്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് യുവാക്കള്, യുവതികള് ഈ IT മേഖലയിൽ, കഴക്കൂട്ടത്ത് കണക്കുള്ള ഒരു IT വലിയ അവിടുത്തെ IT മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാർ, ഇവരെല്ലാം വലിയൊരു മൂവ്മെന്റ് അവർ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വിജയ് അധികാരത്തിലേറിയ സമയത്ത് പായസം വിതരണം ചെയ്തു. ഞാൻ തന്നെ അതിശയം. അവർക്ക് TVK ആയിട്ടും ബന്ധമില്ല, വേറെ ആരുമായിട്ടും ബന്ധമില്ല, പക്ഷെ അവരത് ആഘോഷിച്ചു. അത് അദ്ദേഹത്തോടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബഹുമാനവും എന്തോ ഒരു സംഭവമാണ്. അപ്പൊ അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം, അതായത് ഈ ജൂൺ ജൂലൈ മാസത്തിലെ ഒരു മൂവ്മെന്റ് കേരളത്തിൽ ഉണ്ടാവും. അത് പറയാൻ കാരണം ഇപ്പൊ തമിഴ്നാട്ടിൽ ഇതുവരെയ്ക്ക് അതൊരു സ്റ്റഡി ആയിട്ടില്ല. കാരണം ഇപ്പൊ അവിടെ വീണ്ടും ബൈ ഇലക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് പാർട്ടിയുടെ ഔദ്യോഗികമായ മീറ്റിംഗ് കൂടി മറ്റുള്ള സ്ഥലത്തെ കാര്യങ്ങളിലേക്ക് ചർച്ചയിലേക്ക് വരുള്ളൂ. ഇപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ചർച്ചയിലില്ല. ഇപ്പൊ ജൂൺ 20 അല്ലെങ്കിൽ അത് ജൂലൈ ആദ്യത്തോടു കൂടിയൊക്കെ ഇതിന്റെ ഒരു ഇത് ആകി വരുള്ളൂ. അപ്പൊ കേരളം മാത്രമല്ല, വേറെ സ്ഥലമുണ്ട്, കർണാടക ഉണ്ട്, ആന്ധ്രയുണ്ട്. തവണ 4 സ്റ്റേറ്റുകളാണ് നമ്മൾ തുടക്കത്തിൽ TVK പ്രവർത്തനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് തന്നെ കട്ട് ചെയ്യാം സാർ. അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും ഇപ്പോൾ തമിഴ്നാട്ടിൽ കോളുകൾക്കും സൃഷ്ടിച്ച വിജയുടെ TVK നമ്മുടെ കേരളത്തിലും വരുമെന്നുള്ളൊരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം മാറ്റം എല്ലാം കൊണ്ടും അനിവാര്യമാണ്. ഈ ചുരുങ്ങിയ സമയത്തിൽ നമ്മളോട് ഒരുപാട് സംസാരിച്ച സതീഷ് തോന്നിക്കൽ സാറിന് റെസ്പോൺസ് കലയുടെ നമസ്കാരം.